യു ഓൺലി ലിവ് വൺസ് അല്ലെങ്കിൽ ജീവിതമാകെ ഒന്നേ ഉള്ളൂ. ഈ ഫ്രേസ് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുള്ള ഒരു സംഭവമാണല്ലേ. ഇത് കൂടുതലും നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഓവർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ എന്താണോ നമുക്ക് നല്ലതല്ലാത്തത് അതിനെല്ലാം നമ്മൾ കണ്ടെത്തുന്ന ഒരു പെർഫെക്റ്റ് എക്സ്ക്യൂസ് ആണ് യു ഓൺലി ലിവ് വൺസ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതിക്കായിരുന്നെങ്കിലോ പ്രശ്നം. വാട്ട് ഇഫ് ലൈക്ക് ശരിയാണ്, ജീവിതമാകെ ഒന്നേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളൊരു ജീവിതം നമ്മൾ ഹെൽത്തി ആയിരിക്കുക, നമ്മുടെ മൈൻഡ് സൂപ്പറാക്കി വെക്കുക, ഇല്ലെങ്കിൽ ആകെ നമുക്കുള്ള ഒരു ചാൻസിനെ നമ്മൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിലോ. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന സംഭവം എന്താണ്, യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്തും കാട്ടിക്കൂട്ടാം, അതെനിക്ക് ദോഷകരമാണെങ്കിലോ എനിക്ക് എന്താണെങ്കിലും എനിക്ക് എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു രീതിയിലെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് കാര്യം? നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ച് എണീക്കുന്നു, നിങ്ങൾക്ക് വയ്യ, നിങ്ങൾക്ക് ആകെ അസ്വസ്ഥത, നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ മെന്റലി നിങ്ങൾക്ക് സുഖം തോന്നുന്നില്ല. അപ്പൊ എന്താണ് ഈ ഒരു ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം? എന്താണ് അതിൻ്റെ അകത്ത്? യാതൊരു അർത്ഥവും ഇല്ല. നമുക്കൊരു ഫ്രീഡം വേണമെങ്കിൽ നമുക്ക് പെയിൻ എന്നുള്ളൊരു ഫ്രീഡം വേണം, നമുക്ക് സമാധാനം വേണം, നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം വരുമ്പം ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെയും വൾണറബിൾ ആക്കി, ഇല്ലെങ്കിൽ അതിനെ പിന്നെയും കുളമാക്കാണ്ട് നമുക്കൊരു ആക്ഷൻ എടുത്തൂടെ? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലൈഫ്, ആകെ ഒരു ലൈഫ് നമുക്ക് തന്നിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതാണ്. ഓക്കെ, ഈച്ച് ഡേ എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ ഒരു ലൈഫിൽ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിലല്ലേ കുറച്ചും കൂടിയും ഒരു മീനിങ് ഉള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നത്. നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ബോഡീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ റാദർ ഒരു പ്രിവിലേജ് ആക്കി കണ്ടാലോ. ലൈക്ക് ഈ സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് കഴിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഇത് ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് പറയാണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനുള്ള ആരോഗ്യം എനിക്കുണ്ട്, ഐ എം ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് ബോഡി എന്നൊരു കോൺസെപ്റ്റിൽ ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ ആ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ടേൺ, ആ ഒരു നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ ഒരു എനർജിയാണ് അവരെ തരുന്നത്. വി ആർ ഗെറ്റിംഗ് ടു ഡൂ ദാറ്റ്. നമ്മൾ ബ്ലെസ്ഡ് ആണ് അതിൽ. എത്രയോ പേർക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം നോക്കുക, നമ്മുടെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫ് ടൈം ഉള്ളൊരു സംഭവമാണ് നിങ്ങളുടെ ബോഡി, അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു റെസ്പെക്റ്റ്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ, നമ്മുടെ ഒരു കടമയല്ലേ അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ശരിയാണ്, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, പക്ഷെ ആ ജീവിതത്തിനെ മേക്ക് ഇറ്റ് കൗണ്ട്, മേക്ക് ഇറ്റ് ഹെൽതി, മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് സൂപ്പറാണ്. ഇപ്പം എന്തും കഴിക്കാം, ഞാൻ കഴിക്കാൻ പോയി, ജീവിതം ഒന്നേ ഉള്ളൂ, പ്ലീസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഈവൻ ഞാനും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ആൻഡ് ഇപ്പോൾ എൻ്റെ 28ാമത്തെ വയസ്സിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, പക്ഷെ ആ ജീവിതം ക്വാളിറ്റി ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് ചെയ്യണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ബോഡീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് എനിക്കിപ്പോഴാണ്. ആ ഒരു സംഭവം എനിക്ക് നിങ്ങളോട് പാസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയാണ് ജീവിതം ഒന്നേ ഉള്ളൂ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാം, യെസ്, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. ഐ വോണ്ട് ടു ചൂസ് സംതിങ് ബെറ്റർ ആൻഡ് ലിവ് ഹെൽത്തി, ലിവ് ഹാപ്പിലി. അത്രേ ഉള്ളൂ. സോ ദിസ് ഇസ് ജസ്റ്റ് എ സ്ലൈറ്റ് റിമൈൻഡർ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ share it with someone and follow Power of Self. So stay tuned for next episode. Until then, it's Power of Self. Dr. Sana Senudin signing out.